ഓം ഗും ഗുരുഭ്യോ നമഃ. ഏവർക്കും പ്രണാമം. നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം. വിധിപ്രകാരം ജ്വലിക്കുന്ന അഗ്നിയോട് കൂടിയ പാത്രങ്ങളെടുത്ത് യജ്ഞകർത്താക്കൾ മുന്നിൽ തൊട്ട് വ്യസനാധിക്യത്താൽ മുറയിട്ടു നീന്തുന്ന പോലെ അന്തപുര സ്ത്രീകൾ നിർമ്മല സ്ഥലത്ത് ദശാസ്യ ജലത്തെ വെച്ചു. ദുഃഖാർത്ഥരായ അവർ രാമച്ചം, പത്മകം എന്നിവയാൽ ചുഴ്ന്നുള്ള ചിത, മാൻതോൽ വിരിപ്പോടുകൂടിയ ചന്ദനമുട്ടികളാൽ നിർമ്മിച്ചു. ഏറ്റവും മികച്ചതായ പിതൃമേധം ആശുരേന്ദ്രന് വേണ്ടി അനുഷ്ഠിച്ചു. അഗ്നികോണിൽ ഉത്തമ വേദിയിൽ യഥാസ്ഥാനത്തിൽ അഗ്നിയെ വെച്ചു. തൈർ, നെയ്യ് എന്നിവ നിറച്ച സ്രുവം ചുമലിൻ്റെ സ്ഥാനത്തിൽ, ശകടം പാദസ്ഥാനത്തിൽ, ഊരുമധ്യത്തിൽ ഉരൽ, അഗ്നി കടഞ്ഞെടുക്കുവാനുള്ള അരണിയും ഉത്തരാരണിയും എല്ലാ മരപാത്രങ്ങളും ഉലക്കയും കർമ്മവിഘ്നരായ അവർ യഥാസ്ഥാനത്ത് വെച്ചു. ശാസ്ത്രോക്തമായും മഹർഷീശ്വരന്മാരുടെ വിധി അനുസരിച്ചുമാണ് ഓരോന്നും ചെയ്യുന്നത്. നല്ലൊരു ആടിനെ കൊന്ന് രാക്ഷസേന്ദ്രൻ്റെ തിരുവക്ത്രത്തിൽ അതിൻ്റെ വഭയെ നെയ്യിൽ നനച്ചുവെച്ചു. ഉത്തമങ്ങളായ മാല്യങ്ങൾ, മനോഹര പട്ടാമ്പരങ്ങൾ എന്നിവയാൽ വിഭീഷണൻ അനുചരന്മാരോടൊന്നിച്ച് ദീനവിലാപത്തോടും കണ്ണീരോടും കൂടി ദശാസ്യനെ അണിയിച്ചു. മലർ തൂകി വിധി അനുസരിച്ച് വിഭീഷണൻ ചിതയ്ക്ക് തീ കൊളുത്തി. കുളിച്ച് ഈറൻ വസ്ത്രത്തോടെ വന്ന് എള്ളും കറുകപ്പുല്ലും കൂടിയ ഉദകം വിധിയാവണ്ണം സമർപ്പിച്ചു. ദീർഘനിശ്വാസത്തോടെ ഗദ്ഗദാക്ഷരത്തിൽ വധുക്കളെ സ്വാന്ത്വനിപ്പിച്ച് അന്തപുരത്തിലേക്ക് പോകുവാൻ അപേക്ഷിച്ചു. കരഞ്ഞുകൊണ്ട് സ്ത്രീകൾ പുരം പൂകി. അവരെല്ലാം പോയ ശേഷം കർമ്മം ചെയ്ത് അവസാനിപ്പിച്ച വിഭീഷണൻ ശ്രീരാമചന്ദ്രൻ്റെ സമീപത്ത് വന്ന് വിനീതനായി നിന്നു. സുഗ്രീവ ലക്ഷ്മണാന്വിതനായ രഘുപതി വൃത്രനെ വധിച്ച ദേവേന്ദ്രനെ പോലെ സന്തോഷം കവിപ്പള മധ്യത്തിൽ പ്രശോഭിച്ചു. ലങ്കേശ്വരനായ ദശാനനവധം കണ്ട ദേവന്മാരും ഗന്ധർവന്മാരും ദാനവന്മാരും സന്തുഷ്ടചിത്തരായി അവരവരുടെ വിമാനങ്ങളിൽ കയറി. എല്ലാവരുടെ നാവുകളിൽ നിന്നും രാമകഥയാണ് പുറപ്പെടുന്നത്. രഘുവരൻ്റെ അതുല്യമായ ഘോര പരാക്രമം, രാവണ നിഗ്രഹം, വാനര സൈന്യങ്ങളുടെ ധർമ്മയുദ്ധം, സുഗ്രീവൻ്റെ രാജകീയ മന്ത്ര സാമർഥ്യം, സുമിത്രാനന്ദനായ സ്നേഹമൂർത്തി ലക്ഷ്മണൻ്റെ വീരപരാക്രമം, ശ്രീ ഹനുമാന്റെ ബലവിക്രമം, സീതാദേവിയുടെ അചിന്ത്യ പ്രാതിവൃത്യം എന്നിവയെ എത്ര ആവർത്തിച്ചിട്ടും അവർക്ക് തൃപ്തി വന്നില്ല. സന്തോഷാശ്രുക്കൾ ഒഴുക്കിക്കൊണ്ട് അവർ വന്ന വഴിക്ക് മടങ്ങിപ്പോയി. അഗ്നിജ്വാലയുടെ ശോഭയുള്ള ദിവ്യമായ ഇന്ദ്രരഥത്തിന് വിടയേകി മഹാപ്രഭു മാതരിയെ മാനിച്ചു. രാമനിൽ നിന്ന് അനുവാദം കിട്ടിയ ഇന്ദ്രസാരഥി അതിസന്തോഷത്തോടെ തേരിൽ കയറി. ആ ദിവ്യരഥം വിണ്ണിലേക്ക് ഉയർന്നു. ദേവേന്ദ്രസൂതൻ സ്വർഗത്തിലേക്ക് പോയ ശേഷം ലക്ഷ്മണ പൂജിതനായ ശ്രീരാമചന്ദ്രൻ സുഗ്രീവനെ ഗാഢാലിംഗനം ചെയ്ത് കവിസമൂഹങ്ങളാൽ മാനിതനായി കൈനിലയിൽ പ്രവേശിച്ചു. സത്വസമ്പന്നനും മഹാ തേജസ് ആളുന്നവനും സുമിത്രാനന്ദ വർദ്ധകനും അതിവിനീതനായി സമീപത്ത് നിൽക്കുന്നവനുമായ ലക്ഷ്മണനോട് പുഞ്ചിരി പൊഴിച്ച് അരുളി ചെയ്തു. കുമാര, ഭക്തിയും സ്നേഹവും നിറഞ്ഞവനും അനേകം ഉപകാരങ്ങൾ ചെയ്തവനുമാണ് വിഭീഷണൻ. ലങ്കാധീശ്വരനായി രാക്ഷസ ചക്രവർത്തിയായി സ്വൈര്യമായി അഭിഷേകം നടത്തൂ. സൗമ്യനായ ലക്ഷ്മണ, ഇതാണ് എൻ്റെ ഏറ്റവും പ്രധാനമായ ആഗ്രഹം. ലങ്കാധിപനായി അഭിഷേകം ചെയ്ത വിഭീഷണനെ, രാവണാനുജനെ എത്രയും വേഗം എനിക്ക് കാണണം. അവിടുത്തെ തിരുവുള്ളം പോലെ എല്ലാം നടക്കും. സസന്തോഷം ലക്ഷ്മണൻ കനകക്കുടമൊന്ന് എടുത്തു. സത്വസമ്പന്നനായ സൗമിത്രി മനോവേഗമുള്ള വാനരേന്ദ്രന്മാരോട് സമുദ്രജലം കൊണ്ടുവരുവാൻ നിർദ്ദേശിച്ചു. ഉത്തരക്ഷണത്തിൽ കരുത്തന്മാരായ കവിവരന്മാർ സാഗരോദകം എത്തിച്ചു. ശ്രീരാമചന്ദ്രൻ്റെ അരുളപ്പാട് പ്രകാരം ലങ്കയിൽ ശ്രേഷ്ഠമായ അരമനയിൽ രാക്ഷസ പ്രമുഖ മധ്യത്തിൽ സ്വർണസിംഹാസനത്തിൽ ഇരുത്തിയ വിഭീഷണനെ കനകക്കുടം കൊണ്ട് യഥാവിധി ലക്ഷ്മണൻ അഭിഷേകം ചെയ്തു. മിത്രങ്ങളാൽ ആവൃതനും നിർമ്മല സ്വഭാവനുമായ വിഭീഷണൻ ധർമ്മസ്വരൂപിയായ ലക്ഷ്മണനാൽ ആനന്ദസാഗരത്തിലും ആറാടി. രാക്ഷസേശ്വരൻ്റെ അമാത്യന്മാരും ഭക്തരായ അരക്കവരന്മാരും അഭിഷേക മഹോത്സവത്തിൽ സന്തുഷ്ട ഹൃദയരായി. ശ്രീരാമ സ്വാമി ദത്തമായ മഹാരാജ്യം നേടിയ വിഭീഷണ ചക്രവർത്തി പ്രജകളെയെല്ലാം യഥാഹം സമാശ്വസിപ്പിച്ച് ശ്രീരാമസന്നിധിയിൽ അതിവേഗം എത്തി വന്ദിച്ചു. അക്ഷതങ്ങൾ, കൊഴുക്കട്ടകൾ, മലർദിവ്യങ്ങളായ പുഷ്പങ്ങൾ എന്നിവയെ സന്തുഷ്ടചിത്തരായ രാക്ഷസ പ്രജകൾ കാഴ്ചവെച്ചതിനെ
ദുരാദർശനായ വിഭീഷണൻ സ്വീകരിച്ചു. ശ്രീരാമദേവനും മഹാവീര്യവാനായ ലക്ഷ്മണനും മംഗളകരങ്ങളായ ആ വിശുദ്ധ പദാർത്ഥങ്ങളെ മുഴുവൻ സമർപ്പിച്ചു. കാര്യങ്ങളെല്ലാം ഉദ്ദേശിച്ച പോലെ സഫലമായി കണ്ട് കൃതാർത്ഥനായി തീർന്ന വിഭീഷണന്റെ പ്രീതിക്ക് വേണ്ടി കാകുത്സ്ഥൻ അവയെ സ്വീകരിച്ചു. അഞ്ജലി കൂപ്പി സമീപത്തു നിൽക്കുന്ന ഹനുമാനോട് അരുളി ചെയ്തു: സൗമ്യനായ വായുപുത്ര, വിഭീഷണ മഹാരാജാവിന്റെ അനുവാദം വാങ്ങി ലങ്കയിൽ പ്രവേശിച്ച് സീതയോട് കുശലം ചോദിക്കൂ. രാക്ഷസേശ്വരൻ രാവണനെ പോരിൽ നിഗ്രഹിച്ചതും മറ്റും ജയസത്തമനായ നീ പറയൂ. പ്രിയ വർത്തമാനങ്ങൾ സുഗ്രീവനും ലക്ഷ്മണനും ഞാനും കുശലികളാണെന്ന വർത്തമാനങ്ങൾ മൈഥിലിയോട് പറഞ്ഞ് പ്രതിസന്ദേശവും വാങ്ങി വേഗത്തിൽ വരിക. ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.